കോമഡി പ്രശ്നമാണല്ലോ അമ്മാമേ, ഒരാൾക്ക് വേണ്ടി കരയുവാന്നല്ലോ. നമ്മളെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ യേശു എന്നോടൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ അകത്ത് വളരുന്ന മുഴ ഇന്ന് രാവിലെ ദൈവം സൗഖ്യമാക്കാൻ പോവാ. കൈയടിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കൈ ഒന്നടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിച്ച്, ആദരമൊന്ന് തുറക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആദരമൊന്ന് തുറന്ന്, നാവൊന്ന് ചലിപ്പിച്ചാൽ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാ. ഈ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കാൻ പോകുകയാ. ഇതിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം. ബയോപ്സി എടുക്കുമ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല. അതിൻ്റെ ഒരു ആശങ്ക ഭയങ്കര. കർത്താവിന് വേണ്ടി നിൽക്കണം. ആ മരണ സ്പിരിറ്റ് വീട്ടിൽ നിൽക്കുവാണല്ലോ, അത് പോയിട്ടില്ല. അതാ ഞാൻ കാണുന്നത്. അതൊരു വലിയ വിഷമമായിരുന്നു മനസ്സിൽ. വേണ്ട, ഇന്ന് രാവിലെ എന്നോട് കർത്താവ് പറയുക, നിങ്ങൾക്കൊരു സൗഖ്യം തരും. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു മരണശക്തി നിൽക്കുക. നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ കണ്ടത് അങ്ങനെ. ഈ മോൻ ആത്മഹത്യ ചെയ്തില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലൊരു മരണശക്തി വീട്ടിൽ നിൽക്കുക. 3 പേര് മരിക്കുമെന്നാണ് എഴുതിയേക്കുന്നത്. ഇന്ന് രാവിലെ ഒരു മരണം കൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്യാൻ പോവാ. എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ. ഈ വീടിനെതിരെ ഒഴുകുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ അത് പൊട്ടിപ്പോകണം. നിങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇന്ന് രാവിലെ ഈ ബന്ധനം പൊട്ടിപ്പോകത്തുള്ളൂ. ദൈവത്തിൻ്റെ മക്കൾ, അഭിഷക്തന്മാരെല്ലാം പ്രാർത്ഥിക്കണം. ഈ ചേട്ടനെ ദൈവം വിടുവിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഈ വീടിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന മരണശക്തികൾ അധികാരത്തോടെ പൊട്ടിപ്പോകട്ടെ. ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോ എല്ലാം നോർമലായി വരട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ. ഇന്ന് ആശ്രയമായിട്ട് വേറെ ആരുമില്ല അല്ലേ? നിങ്ങളുടെ 2 പേരേ ഉള്ളൂ. നമ്മളെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പം ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് ആരുമില്ല. സത്യം അങ്ങനെ പറഞ്ഞു. എനിക്ക് ആരുമില്ല, വേറെ ആരുമില്ല. കർത്താവിനോട് പറയുക, ആ ശബ്ദം ദൈവം കേട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ ശരിക്കും ഈ മകൻ മരിക്കേണ്ടിയിട്ട് മരിച്ചല്ല കേട്ടോ, അവനെ കൊണ്ടുപോയതാ. ഈ ജനലെ തൂങ്ങാനൊന്നും പോയതൊന്നും അല്ല അവൻ. അതിൻ്റെ പിൻപിലും ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ. 34-ാമത്തെ വയസ്സിൽ ആ മകനെ കൊണ്ടുപോയ അതേ വ്യാപാരം ആ വീട്ടിൽ നിൽക്കുക. ഇന്ന് രാവിലത്തെ ആരാധന കൊണ്ട്, ഇന്ന് രാവിലത്തെ പ്രാർത്ഥന കൊണ്ട് ഈ ഭവനത്തെ മടക്കി കൊണ്ടുവരാ. കൊക്കും നീവൽ പക്ഷിയും മടങ്ങി വരും പോലെ ഒരു മടങ്ങി വരവി കൂടാരത്തിൽ ഇന്ന് രാവിലെ സംഭവിക്കേണ്ടതിന് ആദരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാരും കൂടെ ആദരം തുറന്ന് വിളിച്ച് ഈ വീടിന്ന് രാവിലെ രക്ഷപ്പെടാൻ പോയ പിശാചിവർക്കെതിരെ എടുത്തിട്ട ആധിപത്യങ്ങൾ ഇന്ന് രാവിലെ പൊട്ടിമാറുക. കൈയൊന്നടിച്ച് യേശുവേ എന്ന് വിളിച്ച് പിടിച്ചോ. ഈ അമ്മയെ പിടിച്ചോ, ഈ അമ്മയെ പിടിച്ചോ. ഈ വീട്ടിൽ നിന്ന് കെട്ടുപൊട്ടുക. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. വോളണ്ടിയേഴ്സ് ആരെങ്കിലും 1-2 പേരൂടെ വന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച് ആദരം തുറന്ന്, ആദരം തുറന്ന്, ആദരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. അധികാരത്തോടെ, 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 അധികാരത്തോടെ ആദരങ്ങളെ തുറന്ന് വിളിക്ക്, വിളിക്ക്. എല്ലാരും കൂടെ വിളിക്ക്. ആ നാമത്തെ വിളിക്ക്. ഇന്ന് രാവിലെ ആ നാമമേ ഈ വീട്ടിലേക്ക് ദൈവശക്തി വ്യാപരിക്കുക. ഈ വീട്ടിലേക്ക് ദൈവശക്തി വ്യാപരിക്കുക. ആദരം തുറന്ന് വിളിച്ച്, വിളിച്ച് ഒന്നിനു പുറകെ ഒന്നൊന്നായി കെട്ടുകളെ പൊട്ടി മാറുക. ഞാൻ പറഞ്ഞില്ല, ഇത് വിടുതലിന്റെ രാവിലെയാ. ഇത് യേശുവിന്റെ ശക്തിയുടെ വ്യാപനയാ. നിന്റെ കുടുംബത്തെ മുഴുവൻ മുച്ചൂടം മുടിച്ചു കളയാൻ വ്യാപരിച്ചു കയറി വന്ന ദുഷ്ടയാധിപത്യങ്ങൾ പൊട്ടട്ടെ. കരമടിച്ച്, കരമടിച്ച്, കരമടിച്ച് സഭ ഒരുമിച്ച് കൈയടിച്ച്, കൈയടിച്ച്. എല്ലാരും വിളിക്ക.
യേശുവേ എന്ന് വിളിക്ക, യേശുവേ എന്ന് വിളിക്ക. ആദരം തുറക്കാവുന്നവർ കരമടിച്ച് വാ തുറന്ന് യേശുവേ എന്ന് വിളിക്ക. പൈശാചിക ശക്തികൾക്ക് ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കാൻ പറ്റുകയില്ല. മന്ത്രവാദത്തിന് ഇരിക്കാൻ പറ്റുകയില്ല. ദുർശക്തിക്ക് ഇരിക്കാൻ പറ്റുകയില്ല. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും സകല അധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന ആവാഹിച്ച ദുഷ്ടയാധിപത്യങ്ങൾ നിന്റെ സ്വന്തം കുടുംബത്തെ മുച്ചൂടം മുടിക്കാൻ പറഞ്ഞ് ചെയ്തു വിട്ട ആധിപത്യം യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ പറയുക, ഈ ശരീരം വിട്ടു പോകട്ടെ, ഇന്ന് വിടുതലായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ അമ്മയുടെ പേരെന്തുവാ? ഓമനെ അമ്മ. എഴുന്നേറ്റ് വാ, പിടിക്ക് എഴുന്നേപ്പിക്കുക ഓമനെ അമ്മ. നിങ്ങളെ കൈ ഉയർത്തി ഒരു ആമീൻ പറ.